ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നീലാംബുദശ്യാമളകോമളാംഗം സീതാസമാരോപിത വാമഭാഗം പാണോ മഹാസായഃ ചാരുചാപം നമാമി രാമം രഘുവംശനാഥം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജനം ബാഷ്പവാരി പരിപൂർണ ലോചനം. മാരുതിം നമത രക്ഷസായകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു യതി സ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ
ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. സീതാന്വേഷണ അധ്യായം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാദരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരരിക്കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ. നാനാസരിദ്വീപശൈല നിവാസികൾ. പർവ്വതതുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികളത്രയും. ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശം സംഭവന്മാരിവരാകയാൽ. ദേവാരികളെ ഒടുക്കും ഇവരിനെ. കേജിൽ ഗജബലന്മാരുണ്ടിതു താൻ. കേയിൽ ദശഗജ ശക്തിയുള്ളവരുണ്ട്. കേജിതമമിത പരാക്രമമുള്ളവർ. കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും. കേജിൻ മഹേന്ദ്ര നീലോലഭ രൂപികൾ. കേജിൽ കനക സമാന ശരീരികൾ. കേചന രക്താന്തനേത്രം ധരിച്ചവർ. കേചന ദീർഘവാലന്മാരഥാപരേ. ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ. യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും. നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ. സംഖ്യയില്ലാതോളമുണ്ടു കവിബലം. മൂലഫലകല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ. താവകാജ്ഞാകാരികളെന്ന നിർണയം. ദേവദേവേശ രഘുരപുങ്കവ. ഋക്ഷകുലാധിപനായുള്ള ജാംബവാൻ. പുഷ്കര സംഭവപുത്രനിവനല്ലോ. കോടി ഭല്ലോക വൃന്ദാധിപതി മഹാ പ്രൗഢമതി ഹനുമാനിവൻ എന്നുടെ മന്ത്രിവരൻ. മഹാസത്വപരാക്രമൻ. ഗന്ധവാത്മജനീശാംശ സംഭവൻ. നീലൻ ഗജൻ ഗഭയൻ ഗവാക്ഷൻ. ദീർഘവാലധിപുണ്ടവൻ മൈന്യൻ വിവിധനും. കേസരി മാരുതിതാതൻ മഹാബലി. വീരൻ
പ്രമാധിശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദരിമുഖൻ ദുർമുഖൻ ശ്വേതൻ ബലിമുഖനും ഗന്ധമാനകൻ താരൻ വൃഷഭൻ നളൻ വിനീതൻ മമകാരതനയനാം അങ്കദനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലോടമുണ്ടല്ലോ വേണ്ടുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാലിവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിദ്ധം കേട്ടു രഘുവരൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രുനേത്രം ഭുജത്തോടുമന്തർഗതം അരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലെ നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം പുരുഷ നീ ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരരെ അയച്ചിതു 4 ദിക്കെങ്കിലും 100,000 കപിവീരന്മാർ പോകണമോരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണദിക്കിനും അത്യുന്നതന്മാർ പലരും പോറ്റിരയണം. അംഗദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന് ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങ് 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദന്ധമാശു ഭുജിക്കണം. ഏണാംഗശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നീടിനാൻ. യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്ത് ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമദാനം അരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിതു സഖേ. രാമനാമാങ്കിതമാമങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയേ മറ്റാരും ഇല്ലെന്നു നിർണയം. ലക്ഷ്മീ ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കവി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്രന തനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാനഗന നഗരഗ്രാമദേശങ്ങൾ കാനന രാജ്യ
പുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജാനാദികളൊക്കവേ വിന്ധ്യാജലാടവിവുക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നതിന് അന്നുന്നതിക്രൂരനായൊരു നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശഖണ്ഡനെന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാൻ. പന്തിമുഖനല്ല ഇവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. ഹരിയോം. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം എന്ന് പറയണം. സീതാന്വേഷണ ഉദ്യോഗമാണ്. ശ്രീരാമദേവൻ്റെ മുമ്പിലോട്ട് ലക്ഷക്കണക്കിന് വാനരന്മാരിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവർ പല പല ദ്വീപിൽ ജനിച്ചവരാണ്. ഇഷ്ടം പോലെ രൂപം മാറി ധരിക്കാൻ കഴിവുള്ളവരുണ്ട്. എത്ര രാക്ഷസന്മാർ വന്നാലും അവരെ നശിപ്പിക്കാൻ പർവ്വത തുല്യ ശരീരികളായ അവരൊക്കെയുണ്ട്. എല്ലാവർക്കും സേനാബലവും കഴിവും ഒക്കെയുണ്ടെന്ന് ശ്രീരാമനെ ബോധ്യപ്പെടുത്തുകയാണ് സുഗ്രീവൻ. പിന്നെ അതിൽ കുറേ ആളുകളുടെ പേര് പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തർക്കുള്ള ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. 10 ആനയുടെ ശരീരം ശക്തിയുള്ളവർ, 100, 1000 ആനകളുടെ സിംഹത്തിൻ്റെ പവർ, സിംഹത്തിൻ്റെ ആ ശക്തിയുള്ളവർ, അതുപോലെ അങ്ങനെ വിവിധ ശക്തിമാന്മാരായ വാനര സംഘമാണ് ഇവരെല്ലാവരും. അപ്പം ഇവരൊക്കെ കിഴങ്ങും പഴവർഗ്ഗങ്ങളും ഒക്കെ തിന്ന് ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ പറഞ്ഞ് വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പിന്നെ ഓരോരുത്തരുടെ പേരുകൾ എടുത്തെടുത്ത് പറയുന്നുമുണ്ട്. അപ്പം ഇവരൊക്കെ പോയി വിജയം ഉറപ്പാക്കിയാണ് തിരിച്ചു വരുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് പോകുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ 30 നാൾ കഴിഞ്ഞ് ഇങ്ങ് വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശ ഭുജിക്കണം ഏണാംഗശേഖരൻ തന്നാണ് നിർണയം. അപ്പോൾ നിങ്ങളൊരു പ്രത്യേകമായ ദൗത്യത്തോടു കൂടിയാണ് പോകുന്നത്, സീതാന്വേഷണം. അത് കൃത്യമായ രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗാത്രിയെ നീളത്തിരഞ്ഞങ്ങ് ഇന്ന് 30 നാളിനകത്ത് വന്നിടണം. അതിന് 30 ദിവസം വരികയും വേണം. കണ്ടെത്താതെ മടങ്ങുന്നവർക്ക് മരണശിക്ഷ എന്നാണ് പറയുന്നത്. മരണശിക്ഷയാണ്. ശിവനാണ് സത്യം. ഏണാംഗശേഖരൻ ശിവനാണ് സത്യം. മരണശിക്ഷ തന്നെ കൊടുക്കും എന്നാണ് സുഗ്രീവൻ ആ സമയത്ത് പറയുന്നത്. അപ്പോൾ അത്രമാത്രം കൃത്യനിർവഹണം, വളരെ കൃത്യമായ ഒരു ഉത്തരവാദിത്തങ്ങളാണ് ഇവരെ വാനരന്മാരെയൊക്കെ സുഗ്രീവനായ രാജാവ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ശ്രീരാമനെ വായുതനയൻ ഹനുമാനെ വിളിച്ചിട്ട് അടുത്ത് നിർത്തി വളരെയധികം ആലിംഗനം, വളരെ ഹനുമാനോടുള്ള ആ ഇഷ്ടം, ഒരു പ്രത്യേക ഇഷ്ടമാണ് ഹനുമാനോട്. എന്നിട്ട് ഹനുമാൻ്റെ കയ്യിലാണ് രാമനാമാങ്കിതം, ശ്രീരാമൻ്റെ നാമലിഖിതമായ അങ്കുലീയകം മോതിരം കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സീതാദേവിയെ ഏൽപ്പിക്കണം. അപ്പോൾ ആ സീതാദേവി ഇത് കാണുമ്പം തൻ്റെ ഈ കയ്യിൽ കിട്ടിയിരിക്കുന്ന മോതിരം ശ്രീരാമചന്ദ്രൻ്റെയാണ്. ഒരു ദൂതൻ വഴി എൻ്റെ കയ്യിൽ ഏൽക്കുമ്പോൾ ആ സീതാദേവിക്കുണ്ടാകുന്ന ആ ഭക്തി ഇഷ്ടം, അതായത് ശ്രീരാമചന്ദ്രനോടുള്ള ആ പിരിഞ്ഞിരിക്കുന്ന അത് പെട്ടെന്ന് മാറി വരും. അപ്പോൾ അതുകൊണ്ട് നീ
സീതാദേവിയുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ആ ശ്രീരാമനും ഹനുമാനും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വിശ്വാസയോഗ്യമായ ഉറച്ച ദൃഢവിശ്വാസത്തിൻ്റെ ഒരു ഉദാത്തമായ ഉദാഹരണം കൂടിയാണ് എന്നാണ് ഈ സമയത്ത് ഓർക്കേണ്ടത്. അടുത്തത് അങ്ങനെ ഇങ്ങനെ 1000-10,000 വാനര സേനകൾ നാലാദിക്കിലേക്കും ഇങ്ങനെ സീതാന്വേഷണത്തിനായിട്ട് പോകുന്ന സംഭവമാണ്. സ്വയം പ്രഭാഗതി. അന്ധകാരണാന്യം ആരണ്യമാശുപുക്കീടിനാനന്തര ദാഹവും വർദ്ധിച്ചതേറ്റവും ശുഷ്കണ്ഠോഷ്ഠതാലു പ്രദേശത്തോടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്ത് ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലീതൃണഗണച്ഛന്നമായി ഒന്നതിൽ അല്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരൻ അതു കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം അതിലുണ്ടെന്ന നിർണയം. എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൾ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിരുട്ടുകൊണ്ട് നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നുപോയി ചൊന്നാരാതീവ ദൂരം തത്ര കണ്ടിതോ മുന്നിലാ മാരതി ധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാപികളുണ്ടു മണിമയവാരിയാലാപൂർണകളായി അതീവ വിശദമായി പക്വഫലങ്ങളാ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടോ കൽപ്പ ദ്രുമതുല്യമായി പീയൂഷസാമ്യ മധുദ്രോണ സംയുത ഭേയപക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്രങ്ങൾ ഉണ്ട് പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്രേ ഗേഹേ മണികാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാല സമാഭ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കൊണ്ട് മോദം പൂണ്ടു യോഗിനി നീതാനും അവരോടു ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗം അറിഞ്ഞു വാറാന്നതു ഇങ്ങിനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനം നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമമായൊരു പുരിഭൂതലേ തത്രൈവ വാണു ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതും
എന്നുമറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടു ആശുപോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനുമാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ആർക്കാത്മജനായ സുഗ്രീവനെ കണ്ട് സഖ്യവും ചെയ്തതോ തമ്മിൽ അന്യോന്യമായി എന്നതിന്നഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനതിന്നു പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടു വരികന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കവിവരന്മാരുണ്ടു. ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പുക്കതറിയാതെ ദൈവശാൽ ഇവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞീല. നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കെ ഭക്ഷിച്ച അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലി തരുന്നവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ബുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസായോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമാമനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദു ശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ. ദിവ്യസംവത്സരാണാമയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹപുരാ തൽസഖി ജ്ഞാനിക നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപരാം. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയുമെന്നോട് ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കളത്ര വരികയും ഇല്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ. ശ്രീരാമഭക്തിയെ കട്ടുകൊള്ളുമതിനക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചീട് അവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തുപോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണസ്വാമി തന്നെ രഘുത്തമൻ ഭക്ത്യാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗീഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവാൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവൻ.
ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതി സ്ഥിതാടവിപുക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാഗതി ആണ്. അപ്പം എല്ലാ ലക്ഷം കവിവീരന്മാരാണ്. അവർ നടന്ന് ദക്ഷിണ ദിക്ക് നോക്കി ഇങ്ങനെ വരുന്ന സമയത്ത് വലിയ അന്ധകാരം വന്നു. അപ്പോൾ അതിനുശേഷം അവർക്ക് ദാഹവും ഒക്കെ വിശപ്പും ഒക്കെ വന്നു. കാരണം അവിടെ അത്രമാത്രം ഉഷ്ണമായ ഒരു പ്രദേശമാണ്. അപ്പോൾ അവരുടെ കണ്ഠങ്ങളൊക്കെ ഇടറി വളരെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഇപ്പം വെള്ളം കിട്ടിയാൽ എന്തായിരുന്നു, എവിടെങ്കിലും വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞ് അവർ നോക്കിയപ്പോൾ ഒരു ഗുഹാമുഖം കണ്ടു. അവിടെ അവരെ നിന്ന സമയത്ത് അതിനകത്തുനിന്ന് അരയന്നങ്ങൾ പറന്നു പോകുന്ന ഒരു രംഗമാണ് കാണുന്നത്. അരയന്നങ്ങളുടെ ചിറകിൽ നിന്ന് ജലഗണങ്ങൾ അവരുടെ ഈ മർക്കടന്മാരുടെ ശരീരത്തിൽ വീണപ്പം അവർ പറഞ്ഞു, ഇതിനകത്ത് എന്തായാലും ജലാംശം ഉണ്ടാകും, വെള്ളം ഉണ്ടാകും, നമുക്കിതിനകത്ത് പോയി വെള്ളം കുടിച്ചാലോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പോവുകയാണ്. അങ്ങോട്ട് കയറിയപ്പോൾ അതിഭയങ്കരമായ ഇരുട്ടാണ്. പക്ഷേ പരസ്പരം കൈ കോർത്ത് പിടിച്ചുകൊണ്ട് പതുക്കെ അവർ ചെന്ന് കുറേ അങ്ങ് നടന്നു ചെന്നപ്പോൾ അവർ വിസ്മയം പെട്ടുപോയി. അപ്പോൾ അവിടെ കണ്ടത് കണ്ണിനും മനസ്സിനും ആനന്ദം അരുളുന്ന കുളങ്ങൾ, നിർമ്മലജലം നിറഞ്ഞ കുളങ്ങൾ, കൽപ്പവൃക്ഷങ്ങൾക്ക് തുല്യമായ വൃക്ഷങ്ങൾ, പക്വഫലങ്ങളാൽ നമ്രങ്ങളാണ് വസിക്കാൻ യോഗ്യമായ മന്ദിരങ്ങൾ, അമൃതിന് തുല്യവും സമൃദ്ധവുമായ തേനോടുകൂടിയ പാനീയവും ഭക്ഷ്യസാധനങ്ങളുമൊക്കെയുണ്ട്. മന്ദിരങ്ങളാകട്ടെ വസ്ത്ര രത്നാദികളാൽ പരിഭൂഷിതങ്ങളാണ്. അപ്പം എല്ലാം നോക്കിക്കണ്ടപ്പോൾ ഇവരങ്ങോട്ട് ചെന്ന് കണ്ണു തുറക്കുമ്പം ഇത്ര വിചിത്രമായ വിസ്മയപ്പെട്ട് നിൽക്കുന്ന ആ രംഗമാണ് ഇവർ കാണുന്നത്. അപ്പോൾ കുറച്ച് വീണ്ടും ഇതെല്ലാം കണ്ടവർ അതിശയമായി അത്യുത്സാഹമായി എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന സമയത്താണ് ഒരു യോഗിനിയായ ഒരു ജടാവൽക്കലധാരിയായ ഒരാളെ കാണാൻ അവസരമുണ്ടാകുകയാണ്. ചിത്രാകൃതി പൂണ്ട് കണ്ടോരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചലധ്യാനനിരതയായി പാവകജ്വാല സമാഭകലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു. അഗ്നിജ്വാലയ്ക്ക് തുല്യമായ തേജസ്സോട് കൂടിയ മണികാഞ്ചന പീഠത്തിൽ ധ്യാനശീലയായിരിക്കുന്ന വിശുദ്ധയെ അവർ കാണുകയാണ്. കണ്ടിട്ട് അവർക്ക് അതിശയമായിപ്പോയി. ഈ ഗുഹയ്ക്കുള്ളിൽ ഇത്ര സമ്പൽ സമൃദ്ധമായ ഒരു അന്തരീക്ഷം, അതിനുശേഷം ഒരു യോഗിനി ഇങ്ങനെ ഇരിക്കുകയാണ്, ജടാവൽക്കലധാരിയായി ധ്യാനിച്ചിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പം പെട്ടെന്ന് അവർ ഈ വാനരന്മാരെ കണ്ടപ്പോൾ വാനരോട് ചോദിച്ചു, നിങ്ങൾ ആരാകുമെന്ന് പറയുക, എന്താണ് ഇവിടെ വരാനുള്ള കാരണം, എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ള അത് പറയും സമയത്ത് ഹനുമാൻ എല്ലാ വിഷയങ്ങളും വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. ദശരഥൻ എന്നൊരു രാജാവുണ്ടെന്നും അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടെന്നും രാമനാണ് ഏറ്റവും മൂത്ത ആൾ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം, അച്ഛൻ്റെ നിയോഗപ്രകാരം വനവാസത്തിന് പോകുന്നു. അപ്പോൾ അവിടെ വെച്ച് പോകുമ്പോൾ കൂടെ അനുജൻ ലക്ഷ്മണന്, ഭാര്യയായ സീത, അവരെ പോകുന്ന സമയത്ത് രാക്ഷസരാജാവായ രാവണൻ സീതയെ അപഹരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവരെ ഈ കാണുന്നതിന് വേണ്ടി, സീതാ അന്വേഷണത്തിന് വേണ്ടി ഇവർ നഴിഞ്ഞ് നടക്കുമ്പോൾ ഞങ്ങൾ സുഗ്രീവൻ്റെ അവിടെ ചെല്ലുന്നു, സുഗ്രീവനുമായിട്ട് സഖ്യം ചേരുന്നു, ബാലിയെ വധിക്കുന്നു. അങ്ങനെ അങ്ങോട്ടുള്ള ഒരു ഉപകാരത്തിന് പകരമായി
സീതാന്വേഷണത്തിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ. ഞങ്ങൾ 1,00,000 കപിവീരരോളം ഇപ്പോൾ ഉണ്ട്. നാനാ ദിക്കിലോട്ടും പോയി ദക്ഷിണ ദിക്ക് വരുമ്പോഴാണ് ഇങ്ങനൊരു ഗുഹ കണ്ടത്. ഞങ്ങൾക്ക് വിശപ്പും ദാഹമൊക്കെ ഉണ്ടായപ്പം ഈ ഗുഹ കണ്ട് അങ്ങനെയാണ് ഇതിനകത്ത് എത്തിച്ചേർന്നതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒരു പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും ചെന്ന് പക്വഫലം മലമൂലങ്ങളെല്ലാം കഴിക്കുക. അതിനുശേഷം നമുക്ക് വിസ്തരിച്ച് പറയാം. നിങ്ങളുടെ ബുദ്ധിയൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ എന്ന് പറഞ്ഞ് ശരിയാവട്ടെ എന്ന് പറഞ്ഞ് എല്ലാ മൂലഫലങ്ങളും വെള്ളവും കുടിക്കാൻ അനുവദിക്കുക. അപ്പം തേൻ പോലെ മധുരമായ വെള്ളമാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പം പറയുകയാണ്, വിശ്വമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാ ദേഹ ഹേമാമനോഹരി, അതായത് വിശ്വകർമാവിൻ്റെ പുത്രിയായ ഹേമാമനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിയാൽ മുഗ്ധേന്ദുശേഖരൻ തന്നെ അതുമൂലം. ശിവനെ 10 കോടി നാമങ്ങൾ കൊണ്ട്, അതായത് ഈ പറയുന്നത് അയുധായുധം 10 കോടി പേരുകൊണ്ട് വിശ്വകർമാവിൻ്റെ പുത്രി ഹേമ നൃത്തഭേദം കൊണ്ട് ശിവനെ സന്തുഷ്ടനായ ശിവൻ ഈ ദിവ്യരൂപം അവൾക്ക് നൽകുകയും ചെയ്തു. കോടിക്കണക്കിന് സംവത്സരങ്ങളോളം ഹേമ ഇവിടെ ഉത്സവം പൂണ്ടു കഴിഞ്ഞു. അവളുടെ സഖിയായ ആണ് ഞാൻ. എൻ്റെ പേരാണ് സ്വയംപ്രഭ. അപ്പം ഈ ഹേമാമനോഹരിയായ വിശ്വകർമാവിൻ്റെ പുത്രിയായ ഹേമാമനോഹരിയുടെ സഖിയാണ് ഞാൻ. അപ്പോൾ ഭഗവാൻ ശിവന് മനോഹരിയുടെ നൃത്തം കണ്ടിട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, കോടി വർഷത്തോളം കോടി വർഷങ്ങൾ ഇവിടെ ആനന്ദമായിട്ട് സന്തോഷമായിട്ട് വസിച്ചോളൂ. അങ്ങനെ അതിനുശേഷം പോവുകയും ഹേമ എവിടെ പോയി? സ്വർഗലോകത്ത് പോവുകയും ചെയ്തു. അപ്പോൾ പോകുന്ന സമയത്ത് പറഞ്ഞു, ഒരു വിഷയം പറഞ്ഞിട്ട് പോയി. ദിവ്യജ്ഞാനത്താൽ പറയുകയാണ്, ത്രേതായുഗത്തിൽ ശ്രീരാമൻ മനുഷ്യാവതാരം കൊണ്ട് വരികയും അങ്ങനെ സമന്വിതയോടുകൂടി സീതയും ലക്ഷ്മണനും കൂടെ വനവാസത്തിന് വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. രാക്ഷസനായ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുന്നു. അങ്ങനെ സീത അന്വേഷണത്തിനായി മർക്കടന്മാരിവിടെ വരുമ്പോൾ അവരെ സൽക്കരിച്ച് കഴിയുമ്പോൾ നിനക്ക് എല്ലാവിധമായ മോക്ഷം കിട്ടും. ആ പരമാത്മാവിനെ പോയി കാണുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടുമെന്ന് ദിവ്യജ്ഞാനത്തോടുകൂടി ഹേമാംബരി പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് അവരെ ഒത്തുപിടിച്ച്, എന്നാൽ നമുക്കിനി എല്ലാവരും കണ്ണടച്ചോളാൻ പറഞ്ഞു. കണ്ണടച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ നിഷ്പ്രഭമായി അവരെ വെളിയിൽ വന്ന് നിൽക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. അവർക്കൊക്കെ അതിശയമായിപ്പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനി ഞാൻ പോയി ശ്രീരാമചന്ദ്രനെ കണ്ട് അനുഗ്രഹം വാങ്ങി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വയംപ്രഭ അങ്ങ് പോവുകയാണ്. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ച് യോഗേശ്വര സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ചസംയുതം നത്വാ മുഹുർമുഹുസ്തുതാ ബഹുവിധം ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപതേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ തദ്രുപ സന്ദർശനാർത്ഥം തപോവലമദ്യൈവ നൂനം ഫലിതം തപോനിധേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാലുമേ ഭവാൻ നിർണയം അന്തർബഹിസ്ഥിതം സർവഭൂതേഷവി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം
മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹം അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ. കേവലം ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമാ ലോകേശ മുഖ്യ മനോഹർത്തമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയാതെ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുഹൃതിനാം രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്ത സ്ഥിതം താപത്രയാപഹം. നാരായണാദവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈകദർശനം കേവലം ജന്മമരണഭീതിനാമാദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മമ ജപിക്കായി വരണമേ. നിത്യവും നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർദ്ധായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണാം ഈശാനമാദിമധ്യാന്തവിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം. നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവോ മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കൽ എന്തറിയാവതും. ത്വന്മായയാ പിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചൊരിതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനെ സ്ഥാന്തരേ ഭവാനവസ്ഥാന്തരേ. ദേവതുല്യം മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിന്മഹാമായാവിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ത്വൽകഥാപീയൂഷപാന സിദ്ധിക്കെന്ന് ചൊല്ലും നിതെന്നോ ചിലർ മറ്റു ചിലരിഹ ചൊല്ലും നിതോ ഭുവി കോസല ഭൂപതി. തന്നുടെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതോ കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലീ ഭാഗ്യസിദ്ധിക്കെന്നതോ ചിലർ സൃഷ്ടാവുതാൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നോ ചിലർ പറയുന്നിതോ ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിൻ എന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതിന് ആദരവോടു കേൾക്കുന്നതും നിത്യമായി
നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ. കാണാമവനു നിൻ പാദപങ്കേരുഹം ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവത്സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നത്, എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതു അഹം. സുഗ്രീവ മുഖ്യ കവികുലസേവിതമഗ്രേ ഭവന്തം നമസ്യാമി സംഭ്രതം. രാമായ രാമഭദ്രായ നമോ നമോ. രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൻ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുൾ ചെയ്തു, സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ട് എന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ, എത്ര കുത്രാപി വസിക്കലും ത്വൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതെ ഇരിക്കണം. ത്വൽപാദ ഭക്തഭൃത്യേഷു സംഗം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായ മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ, രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം. ചാരുമകുടക്കട കടിസൂത്രഹാര മകരമണിമയ കുണ്ഡലനോപുര ഹേമാംഗദാരി വിഭൂഷണ ശോഭിതരൂപം വസിക്കുമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ, പറ്റായ ദുസംഗം ഉള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടി അരുളിച്ചെയ്തു, ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി. നീ പോക ബദര്യാശ്രമസ്ഥലേ, തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കിൽ പരമാത്മനി കേവലം തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘൂത്തമാ വാക്യാമൃതം മുത ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. ഹരേ രാമ. നല്ല ഒരു പ്രത്യേകമായ സംതൃപ്തി കിട്ടുന്ന ഒരു ഭാഗമാണ് സ്വയം പ്രഭാസ്തുതി എന്ന് പറയുന്നത്. യോഗിനി ഇവിടെ ശ്രീരാമ സന്നിധിയിൽ ചെന്നിട്ട് നമിച്ച് സ്തുതിക്കുകയാണ്. ശ്രീരാമനെ യോഗിനി സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഞാൻ അങ്ങയുടെ ദാസിയാകുന്നു, അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ രൂപം കാണുന്നതിന് വേണ്ടി ഇപ്പോൾ അങ്ങയെ ദർശിക്കാൻ ഇടയായത് മൂലം എൻ്റെ അനേക കാലം വർഷങ്ങളായി ഞാൻ തപസ് ചെയ്യുകയായിരുന്നു. അപ്പം ഹേമാംബരി കൊടുത്ത വിശ്വകർമാവിൻ്റെ പുത്രിയായ മഹായോഗിനി കൊടുത്ത ആ അനുഗ്രഹം വർഷങ്ങളായിട്ട് ഞാൻ ശ്രീരാമദേവനെ തപസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇന്ന് ആ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ അതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. ആദിപുരുഷനായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. സർവഭൂതങ്ങളുടെയും അകത്തും പുറത്തും സ്ഥിതനായി അങ്ങ് അദൃശ്യനായി വിളങ്ങുന്നു.
യമനികേച്ഛാന്നനായി മായയാകുന്ന തിരശീലയിൽ മറയ്ക്കപ്പെട്ടവനായി അജ്ഞാനികൾക്കറിയാൻ കഴിയാത്ത വിജ്ഞാനമൂർത്തിയാണല്ലോ അങ്ങ് എന്ന് ഭഗവാനെ ഇവിടെ പറയുകയാണ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭാഗവതന്മാർക്ക് ഭക്തിയോഗത്തിനായി ബ്രഹ്മാവ് മുതലായ ദേവസമൂഹം വർദ്ധിച്ചതുമൂലം ഭൂമിയിൽ അവതരിച്ച നാഥനായി അങ്ങയെ താമസിയാതെ ഞാൻ എങ്ങനെയാണ് അറിയുക? അറിവില്ലാത്തവൾ ഏതോ ഒരാൾ ശ്രുതികളിൽ വെച്ച് രൂപവും തദേവം സദാ ഭാതു ഇവ തവ ഇതം രൂപം മാനസേ. അങ്ങയുടെ ഈ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ ശോഭിക്കട്ടെ. താപത്രയം ഇല്ലാതാക്കുന്ന ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവതം എന്ന ദുഃഖങ്ങൾ മൂന്നും എന്നിൽ നിന്ന് മാറി നന്മയുടെ ഒരു ജനന മരണ ഭീതിയുള്ളവർക്ക് അങ്ങേ കാണുക സാധ്യമല്ല. സന്മാർഗം കാട്ടിത്തരുന്നവനാണ് അന്ന് അവിടുന്ന് എന്ന് ഞാൻ രാമനാമം ജപിക്കാൻ ഇടയാകണമേ. ത്രിഗുണങ്ങളുടെ പരിധിക്ക് അധീനം ദരിദ്രർക്ക് ധനമായിട്ടുള്ളവനും സ്വന്തം ആത്മാവിൽ അഭിരമിക്കുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ പല പല വിധത്തിൽ ഓരോ രൂപങ്ങളിലും എല്ലാം ഭഗവാനെ സ്തുതിക്കുകയാണ്. ജന്മവും കർത്തവ്യമില്ലാത്ത അങ്ങ് ദേവതിരിങ്മന് ജാതികളിൽ ജനിച്ച് കർമ്മങ്ങൾ ചെയ്യുക എന്നത് അങ്ങയുടെ മഹാമായയുടെ വിടംബമാകുന്നു. വൈഭവത്തോടു കൂടിയ ലീല ശ്രീരാമനെപ്പറ്റി ഇങ്ങനെ പല രീതിയിലാണ് പറഞ്ഞ് എല്ലാം സ്തുതികളിൽ ഏർപ്പെടുന്നത്. ഭക്തന്മാർക്ക് ശ്രീരാമകഥ പീയൂഷപാന സിദ്ധമെന്ന് ചിലർ, കോസലാധിപൻ്റെ തപോബലത്തിൻ്റെ ഫലസിദ്ധിയാണെന്ന് ചിലർ പറയുന്നു. കൗസല്യ പ്രാർത്ഥിച്ചതിനാൽ ജനിച്ചമാണെന്ന് ചിലർ പറയുന്നു. മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്ന ചിലർ, ദുഷ്ട നിശാചന വംശം നശിപ്പിക്കുന്നതിന് ഭൂമിയിൽ ജനിച്ചതെന്ന് ചിലർ പറയുന്നു. അപ്പം പലതരത്തിലാണ് ഭഗവാന്റെ ജനനമെന്ന്, ശ്രീരാമചന്ദ്രൻ്റെ ജനനമെന്ന് വിവിധ ആളുകൾ വിവിധ തരത്തിൽ പറയുന്ന എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്ന അതാണ്. അങ്ങയുടെ മഹാമായയാകുന്ന കയറിനാൽ കെട്ടപ്പെട്ടവർ മായാബദ്ധയായി കഴിയുന്ന തനിക്ക് ജ്ഞാനസ്വരൂപത്തെ പൂർണ്ണതയിൽ അറിയുക സാധ്യമല്ലെന്നാണ് യോഗിനി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യോഗിനിയുടെ പൂർണ്ണമായ ഭക്തിയാ ശ്രീരാമൻ സന്തുഷ്ടനായി. യോഗിനിയുടെ ആഗ്രഹം എന്തെന്ന് വെളിപ്പെടുത്താൻ ഭഗവാൻ ആവശ്യപ്പെടുക. അപ്പോൾ അവരെ പറയുന്നത് എപ്പോഴും സത്സംഗമുണ്ടാകണം, സത്സംഗമുണ്ടായിരിക്കുകയും വേണം. പിന്നെ സീതയോടും ലക്ഷ്മണനോടും കൂടിയ ശ്രീരാമനും സർവാഭരണഭൂഷിതനായ രീതിയിൽ മനസ്സിൽ വിളങ്ങണമെന്നാണ് തുടർന്നുള്ള വർണ്ണയിൽ കൂടി സ്പഷ്ടമാക്കുന്നത്. അപ്പോൾ ഇത്രയും കറിഞ്ഞിട്ട് ശ്രീരാമൻ അത്രയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ്. അപ്പം ബദര്യാശ്രമ ഇതുണ്ട്, അവിടെ പോയിരുന്ന് ധ്യാനിക്കുക. ധ്യാനിച്ചു കഴിയുമ്പം മുക്തി ലഭിക്കും, മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സ്വയംപ്രഭ ബദര്യാശ്രമ സ്ഥലത്ത് എന്നിട്ട് അവിടെ ഇരുന്ന് ഭജിച്ചു കഴിഞ്ഞപ്പം നാരായണപദം പ്രാപിച്ച് അങ്ങ് പോകുന്ന രംഗമാണ് കഴിഞ്ഞത്. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷഖണ്ഡേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ. പാതാളമുൾപ്പുഴക്കുഴന്നു നടന്നു നാൻ ഏതുമറിഞ്ഞീലവാസരം പോയതും. മാസം അതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞില്ലതും ഇല്ല നാം. രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചൊല്ലുകിലെന്നു താൻ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാം. പിന്നെ വിശേഷിച്ചു ശത്രു തനയനോ എന്നെ വധിക്കുമതിനുള്ളൊരന്തരം. എന്നിലവനൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ
മാമകജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോട് സമാനയാകും നിജഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും സ്വൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല. ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുകെന്ന് ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാർ. മിത്രഭാവത്തോട് സത്വരം ദുഃഖിക്കരുത്, ഒരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടോ. ഞങ്ങളറിയ നീ എന്നു നാം പോന്ന ഗുഹയിലകം പൂക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരം അതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ. താരേയ പോക നാം വൈകരുതേതുമേ. അംഗജൻ തന്നോടിവണ്ണം കപികുലമുങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോപിതൻ വാദജൻ അംഗദനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം, യോഗ്യം അല്ലിതാന്ധകാരങ്ങൾ നിനയായി വരുവിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടാം. അത് നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വരാ, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരം എല്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിവാത്മജ നന്ദനാ കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കൊല. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഘം പറഞ്ഞിരയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിൻ അഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വെച്ചൊരു ധൈര്യവും വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോട് ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോ കെടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു. ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗത്സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിത് അയോധ്യയിൽ. രക്ഷോഗണത്തെയൊക്കി ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിൽ ആർത്തപരായണൻ ശ്രീഖണ്ഡസേവ്യൻ ജനാർദ്ദനൻ മാധവൻ. വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്ന ഇങ്ങവതരിച്ചിടിനാം. ഭൃത്യാവർഗം നാം പരിഹരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാം ഏറ്റവും തപസ്സു ചെയ്ത് ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നെ പാരിഷന്ദന്മാരുടെ പദം തന്ന് അതിപ്പോഴും പരിചരിച്ചിനിയും
വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ട ഏതും ഇല്ലെന്നറിഞ്ഞിടു നീ. അങ്കദനോടി വണ്ണം പവനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം ബുക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധി തീരം മനോഹരം ബുക്കു മഹേന്ദ്രാചേചലേന്ദ്രപദം മുതാം ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായാത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു തന്യോന്യമെന്തീ ചെയ്വതു സന്തതമോർക്കനാം. ഗഹ്വരം ബുക്കു പരിഭ്രമിച്ച് എത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടുകെട്ടീല കുത്രജിൽ. സുഗ്രീവനം തീഷ്ണ ദണ്ഡനത്രേ തുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വിധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതോ മുക്തിക്കു നല്ലോ. നമുക്ക് പാർത്തോളമെന്നിദ്ധം നിരൂപിച്ചുറച്ചു കവികുലം ദർഭ വിരിച്ചു കിടന്ന് ഇതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ. ഹരേ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ഹരി ഓം. ഇവര് എല്ലാവരും വനത്തിലിങ്ങനെ കഴിയുകയാണ്. ദിവസങ്ങൾ എത്ര പോയി, മാസങ്ങൾ, ഒരു മാസമായി, ഇതുവരെ ഒരു വിശേഷവും നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം എന്നാൽ ഈ തിരിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരെയും തീർച്ചയായിട്ടും സുഗ്രീവൻ വധിക്കും എന്ന തീർച്ചയാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിഷയങ്ങൾ പറയുകയാണ്. അപ്പം അങ്കദം പറഞ്ഞ് എന്നാൽ അപ്പോൾ ഒരാൾ പെട്ടെന്ന് പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഗുഹയിൽ കയറി ഒളിച്ചിരിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ചെന്നിരുന്നാൽ നമുക്ക് ഫലമൂലങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമാണ്. ദുഃഖിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതായത് ശ്രീരാമചന്ദ്രൻ മനുഷ്യനല്ല, നാരായണമൂർത്തിയാണ്. അത് ഭൂമിയുടെ ഭാരം തീർക്കാനായി ഭാരം മൂടി വന്ന സമയത്ത് അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ രാക്ഷസ വംശത്തെ ഇല്ലാതാക്കി എല്ലാം നന്മയ്ക്ക് വേണ്ടി ഒക്കെയാണ് അവതരിച്ചിരിക്കുന്നത്. അവതാര ഉദ്ദേശം വേറെയാണ്. അങ്ങനെ നമ്മളും അവതരിക്കാൻ ഉള്ള
കൂടെ നമുക്കുകൂടി വാനരന്മാർക്ക് കൂടി വാനര വേഷത്തോടി നമുക്കും ഇവിടെ ഭൂമിയിൽ ജനിക്കാനുള്ള അവസരം വരെ തന്നിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ ശ്രീരാമൻ ദൗത്യം പൂർത്തിയാക്കി പോകുന്ന സമയത്ത് നമുക്കും തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവർ ഇതെല്ലാം കേട്ട് സമാധാനമായിട്ട് ഇരിക്കുന്ന രംഗമാണ് ഇത്. ഹരി ഓം. അടുത്തത് നമ്മൾ അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നമസ്തേ.